ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു മലയാളത്തിൽ നിന്നൊരു മൂവി ഉണ്ടായി, നമ്മുടെ ഉർവശിയുടെ ഉള്ളൊഴുക്ക്. ഉർവശിയുടെ ഉള്ളൊഴുക്ക് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം ആ സിനിമയിൽ മുഴുനീളം എന്ന് പറയുന്ന ഉർവശി എന്ന് പറയുന്ന നടിയുടെ മഹാനടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് മഞ്ജു വാര്യറിനെ പറയുമ്പോൾ ശരിക്കും മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മഞ്ജു വാര്യരല്ല. അവിടെ ശോഭന, ഉർവശി, രേവതി എന്നിങ്ങനെ കുറച്ച് ആൾക്കാരാണ്. എന്നാൽ മാത്രമേ അതിനൊരു ആ ഒരു ത്രാസിനൊരു തുല്യത ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഉർവശി എന്ന് പറയുന്ന നടി അതിപ്പം കോമഡി ആയാലും ഭയങ്കര എന്താ പറയുക സീരിയസ് ആയ റോളായാലും ഇപ്പം വന്ന ഉള്ളൊഴുക്കിൽ ആ ഒരു അഭിനയത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവാർഡ് കിട്ടേണ്ടതാണ്. സ്റ്റേറ്റോ നാഷണലൈസ്ഡ് ആയിട്ടുള്ള അവാർഡ് കിട്ടേണ്ടതാണ്. അത്രയ്ക്ക് നമ്മൾ ഇരുത്തും, വല്ലാത്തൊരു രീതിയിൽ അവരുടെ ഇമോഷൻ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ അഭിനയിക്കുന്ന പാർവതി തിരുവോത്തിന് എനിക്കറിയത്തില്ല, അത്യം പറയാമല്ലോ. പാർവതിയുടെ ഒരു സ്റ്റോൺ ഫേസ് ആണ്. ഏത് സിനിമ എടുത്താലും ഒരേ രീതിയിലാണ്. ചെറിയൊരു മേക്ക് ഓവറിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ സിനിമയിൽ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഓവറാൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, അതിനൊരു സപ്പോർട്ടീവ് ക്യാരക്ടറായിട്ടൊക്കെ ഉള്ളു. പക്ഷേ ഒരു മെയിൻ റോളിൽ ഒരു ബോൾഡ് ക്യാരക്ടറായിട്ട് ഏജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതാണ് മെയിൻ ഒരു പ്രശ്നം വെച്ചാൽ. ഇപ്പം പാർവതിക്ക് എനിക്കൊന്ന് 40+ ഏജിൻ്റെയൊക്കെ ഒരു ലുക്കാണ് ഇപ്പം, 35-40 കുറച്ചും കൂടി ഒരു ഏജ് കുറഞ്ഞൊരു കുട്ടിയായിരുന്നു വേണ്ടത്. അതിൻ്റെ കഥ അങ്ങനത്തെ പോകുന്നതായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരാളല്ല. അതുകൊണ്ട് ചെറിയ ഇഷ്യൂസാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. പക്ഷേ ഉർവശി എന്ന് പറയുന്ന ഒന്നും പറയാനില്ല. ആ ഒരു റോളിന് ഇതിലും ആപ്റ്റായിട്ടൊരാളില്ല. അമ്മാതിരി രീതിയിലുള്ള അഭിനയമാണ്. പ്രത്യേകിച്ച് മകനെ മരിച്ച ശേഷം മരുമോക്ക് കുഞ്ഞുണ്ടാവുമെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ചേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വന്തം മോൻ്റെ കുഞ്ഞല്ല എന്നറിയുമ്പോൾ ഒരു ഇമോഷൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഒരു അഭിനയം. നമുക്കത് ശരിക്കും നമ്മളെയും കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ പണ്ട് മോഹൻലാലിൻ്റെ പടങ്ങളിൽ മോഹൻലാൽ ചിരിച്ചാൽ നമ്മൾ ചിരിക്കും, മോഹൻലാൽ കരഞ്ഞാൽ നമ്മൾ കരയും, അല്ലെങ്കിൽ മോഹൻലാൽ സാഡായാൽ നമ്മൾ സാഡാവും. അത് കണക്കൊരു ടൈം ഉണ്ടായിരുന്നു മോഹൻലാൽ. ഇന്നത്തെ പടത്തിലല്ല, പഴയ പടങ്ങളിലൊക്കെ. ഇന്ന് അങ്ങനത്തെ പടങ്ങളൊന്നും വരുന്നില്ല. അത് ഡയറക്ടർമാരുടെ കുഴപ്പം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അങ്ങനെ അതേ രീതിയിൽ നമ്മളെ ഇമോഷണൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളൊരു നായികയാണ് ഉർവശി എന്ന് പറയുന്നത്. ഈ പടത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, മുഴുനീളം നമ്മളെങ്ങ് കൊണ്ടുപോകും, ഒരൊഴുക്കിലങ്ങ് പോകും നമ്മൾ. വളരെ നല്ലൊരു പടം. ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ നല്ലൊരു ഫീൽ ഗുഡ് ടൈപ്പ് മൂവി മലയാളത്തിൽ നിന്ന് വരുന്നത്. ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ ഇങ്ങനെ ഒരു ലപ്താ ലേഡീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പടം ഉണ്ടായിരുന്നു. ശരിക്കും ഒരുപാട് നാൾക്ക് ശേഷം കാണുന്ന നല്ലൊരു ഹിന്ദി പടമാണ്. അല്ലാതെ ഈ പറഞ്ഞ അക്ഷയ്, ഹൃത്തിക് റോഷൻ, അല്ലെങ്കിൽ അമീർ, അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ്റെ ഒക്കെ വകയുള്ള, സൽമാൻ ഖാൻ്റെ വകയുള്ള മസാല പടങ്ങൾ മാത്രമേ ഉള്ളൂ ഹിന്ദിയിൽ ഇപ്പം നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ തള്ളു മാത്രം. സത്യം പറഞ്ഞാൽ ഇതിൽ പലതും ഹിറ്റാവുന്ന പോലും ഇല്ല. അതിൻ്റെ ഇറക്കുന്ന കാശ് പോലും കിട്ടാത്ത പടങ്ങളാണ് മിക്കതും. സോ ആ ഒരു ശ്രേണിയിലാണ് ഈ ലപ്താ ലേഡീസ് വരുന്നത്. ഒരു ഉൾഗ്രാമത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിൻ്റെ വിശേഷം, അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ അവർ ചെറുക്കന്മാരെ മാറുകയും അവർ വേറെ വീടുകളിൽ എത്തിപ്പെടുകയും പിന്നെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. ശരിക്കും നോർത്ത് ഇന്ത്യയിലേക്ക് ഗ്രാമങ്ങളെ നമുക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ട് കാണാൻ പറ്റും. ഒരു തവണയൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയവർക്ക് അത് മനസ്സിലാവും. അവിടുത്തെ ശരിക്കും ഗ്രാമങ്ങളിലേക്ക് അവസ്ഥയും കാര്യങ്ങളും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കരമായിട്ട് മനസ്സിലാവും. മീൻസ് അവിടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനത്തെ ലപ്താ ലേഡീസിൽ കൊണ്ടൊരു ഫീൽ ഗുഡ് മൂവി ടൈപ്പിൻ്റെ ആ ഒരു ശ്രേണിയിൽ വരുത്താൻ പറ്റുന്നതാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. വളരെ നല്ല മൂവി. ശരിക്കും പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞാൻ കണ്ട മലയാളത്തിലെ ഏറ്റവും നല്ലൊരു മൂവി ഞാൻ പറയും ഉള്ളൊഴുക്കെന്നാണ്. ഇപ്പം ഈ 2024 ഒരു ഫസ്റ്റ് ഹാഫ് ആയി. അപ്പം ഇതുവരെ ഇറങ്ങിയ ഏറ്റവും നല്ല മൂവിയായിട്ട് ഉള്ളൊഴുക്കിന് നമുക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ ഇറങ്ങിയ ഒരു പടങ്ങളും അത്രയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തുന്നൊരു പടം ഇതിന് മുന്നേ ഇറങ്ങിയിട്ടില്ല. ഇപ്പം പ്രമേയുഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രമേയുഗം ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആയിരുന്നു. അത് കുറ്റം ഞാൻ പറയുന്നില്ല. പ്രമേയുഗം എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ആയ അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്. കുറ്റം ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിനകത്ത്. പടങ്ങൾ പല തരത്തിലുണ്ട്. ഇതിൻ്റെ ജേണൽ ടൈപ്പ് ഭയങ്കര മസാല പടങ്ങളുണ്ട്, ത്രില്ലർ ടൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഓവറാൾ കഥയോ മറ്റു കാര്യങ്ങളോ ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കുക. ഒരു ഒഴുക്കിൽ നിങ്ങളെ കൊണ്ടുപോകും. അതാണ് പടം. ഉള്ളൊഴുക്ക് പോലെ ഒരുപാട് ഇമോഷൻസ് ആണ് അതിൽ. സത്യമെന്തോ അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെ അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ ഇമോഷൻസിന് ഫുള്ളൊരു എന്താ പറയുക,
ഒരു ഒരു ഇമോഷണൽ ടിപ്പിക്കൽ എന്താ പറയുക, ഫീൽ ഗുഡ് ടൈപ്പ് ഒരു ജേണൽ ടൈപ്പ് ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയൊക്കെ ടൈപ്പ് പുള്ളിക്കാരനൊക്കെ എടുത്തിരുന്നെങ്കിൽ വേറെ ലെവലെത്തിയാണ് ഇങ്ങനത്തെ പടം. മീൻസ് ഈ പടം നല്ലതാണ്, ഞാൻ കുറ്റം പറഞ്ഞതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. അദ്ദേഹം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും ചില ഭാഗങ്ങളിലൊക്കെ. കാരണം ഭയങ്കര ഒരു ഫാമിലി റിലേഷൻഷിപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ഒരു പടമായിട്ട് തോന്നുന്നുണ്ട്. സോ ഓവറാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശിയുടെ അഭിനയം, ഉർവശി ഈസ് ഈക്വൽ ടു മഹാനടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും അഭിനയം, ഒരു വിഷയമില്ല. അതിൻ്റെ ടുവേർഡ്സ് ദ എൻഡിലൊക്കെ വരുന്ന സമയത്ത് പാർവതിക്ക് അവരുടെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് അവരുടെ ഒരു അഭിനയമുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഇമോഷൻ്റെ. നമ്മളെയും കൂടെ അവരുടെ ഒരു മാഗ്നറ്റ് പോലെ അവരെ നമ്മളങ്ങ് എടുക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പാട്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലുതായിട്ട് റീച്ച് ആയിട്ടില്ല. പക്ഷേ ഡയറക്ഷൻ വൈസ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി സീനൊക്കെ ശരിക്കും നല്ല ഒരു ഫീൽ ഗുഡ് ടൈപ്പ് മൂവീസിൻ്റെ പണ്ട് ഇത് കണക്ക് ഞാൻ കണ്ടൊരു മൂവിയാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം. ശരിക്കും അന്ന് കണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ പടത്തിൻ്റെ, ഒരു ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതേ കണക്ക് തന്നെ അതേ ശ്രേണിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഉള്ളൊഴുക്കും. ഒരുപാട് നേച്ചറുമായിട്ട് ഇണങ്ങി അതിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി, അതാണ് ശരിക്കും ഉള്ളൊഴുക്കിൻ്റെ ഒരു പ്രത്യേകത. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുകയാണ് ഉള്ളൊഴുക്ക്. കാരണം ഇന്ന് മലയാളത്തിൽ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നല്ല പടങ്ങൾ ഇതിൻ്റെ ഇടയിൽ പെട്ട് പോകുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഉള്ളൊഴുക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷങ്ങൾക്ക് ശേഷമൊക്കെ അതിൻ്റെ ഫസ്റ്റ് ഡേ റിവ്യൂവിൽ വന്ന പലരും പറഞ്ഞത് വൻ ഹൈപ്പോടെയാണ് പറഞ്ഞത്. അവർ ക്യാഷ് വാങ്ങി ചെയ്യുന്നതാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ പെട്ടു പോകുന്ന ഇത്തരം ചെറിയ ചെറിയ പടങ്ങളാണ്. വളരെ നല്ല ഫീൽ ഗുഡ്. ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോയി കണ്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു 3 hours നമുക്ക് ശരിക്കും, ഒരു 2 hours 2.5 hours ഒക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. പുറത്തിറങ്ങാൻ നമുക്കൊരു ഫീലുണ്ട്, അതാണല്ലോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അതിനാണല്ലോ മൂവിയുടെ വിജയം എന്ന് പറയുന്നത്. ചില പടങ്ങൾക്ക് അത് കാണത്തില്ല, ചിലത് തന്നെ നല്ലപോലെ കാണും. അങ്ങനെ അത്തരത്തിൽ നമ്മളൊരു എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിട്ട് മാറ്റുന്ന ഒരു പടമാണിത് ഉള്ളൊഴുക്ക്. ശരിക്കും മിസ് ചെയ്തു എന്ന് പറയാം തിയേറ്റർ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഉള്ളൊഴുക്കിൻ്റെ. ഇങ്ങനത്തുള്ള പടങ്ങൾ ശരിക്കും വരുമ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇതിനെ ഒന്നെങ്കിൽ ജസ്റ്റ് ടോട്ടലി അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല റിവ്യൂ പറഞ്ഞു കൊടുക്കുക. ശരിക്കും നല്ല പടമായിരുന്നു കേട്ടോ. നല്ലൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു തിയേറ്ററിലൊക്കെ നല്ല രീതിയിൽ റൺ ആവാനുള്ള. പക്ഷെ അത് ഓടിയില്ല എന്നുള്ളത് വിഷമകരമായ കാര്യം തന്നെയാണ്. പക്ഷേ പാർവതിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്നൊരു റീച്ച് കിട്ടിയാണ്. കാരണം പാർവതിയുടെ ക്യാരക്ടറിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു 28, 30, 32 ഏജിനകത്തുള്ള കുട്ടിയുടെ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷേ പാർവതി ഒരു 35ക്ക് മുകളിൽ വരും ഏജ്. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒട്ടും ഏജ് വൈസ് നമുക്ക് ഒട്ടും കണക്ട് ആവാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് ശരിക്കും പാർവതിയായിട്ട് ഉള്ളത്. അല്ലാതെ നമ്മൾ ഫുൾ ഓവറാൾ നോക്കുമ്പം പടം സൂപ്പറാണ്. ബാക്കി എല്ലാ ആക്ടേഴ്സ് എല്ലാം ആപ്റ്റാണ് അതിൻ്റെ ക്യാരക്ടർ വൈസ്. ഈവൻ പാർവതിയുടെ ഹസ്ബൻഡായിട്ട് വരുന്നത് എല്ലാം ആപ്റ്റ് തന്നെ. പക്ഷേ ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടോ ഒട്ടും അതുമായിട്ട് സിങ്ക് ആവാത്ത രീതിയിൽ നമുക്ക് തോന്നും ഈ ഒരു ക്യാരക്ടർ. ബാക്കിയൊക്കെ ഓക്കെയാണ്. പാർവതി വെച്ച് ബാക്കി വേറെ ഇപ്പോഴത്തെ ഒരു യങ് ആയിട്ടുള്ള ആക്ട്രസിനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ അത് ബെറ്റർ ആയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ഉർവശിയായിട്ട് അഭിനയിക്കുമ്പോൾ അതേ രീതിയിൽ കുറച്ച് അഭിനയിക്കുന്ന ഒരാൾ വേണമായിരുന്നു. എനിക്കറിയത്തില്ല. ഓവറാൾ നമ്മൾ നോക്കുമ്പോൾ ഓവറാൾ മൂവി കൊള്ളാം. ഉർവശി ദ ബെസ്റ്റ് എന്ന് പറയാനുള്ളൂ. സൂപ്പർ അഭിനയം, ഒരു രക്ഷയിലാണ്. നമ്മളിങ്ങനെ പിടിച്ചിരുത്തും ഉർവശി. പണ്ട് മിഥുനത്തിലേക്കും സ്പടകത്തിലേക്കും നമ്മളത് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഉർവശിയുടെ റേഞ്ച് എന്തുമായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഒരുപാട് നാളൊരു ഗ്യാപ്പ് എടുത്തു. പിന്നെ പ്രായമായതിൻ്റെ ശേഷം പിന്നെ ഉള്ള പടങ്ങൾ. പക്ഷേ അതിനുശേഷം ഒരു വലിയൊരു കംബാക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും ഉർവശിക്ക്. ശരിക്കും നല്ലൊരു കംബാക്ക്, ശരിക്കും ഒരു അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഇതിലും നല്ലൊരു പടം എനിക്കൊന്ന് ഈ മലയാളത്തിൽ ഈ ഇടയ്ക്ക് അങ്ങ് ഇറങ്ങിയിട്ടില്ലായിരുന്നു. മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതാണ് ശരിക്കും പറയാം.